നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കൈതക്കുഴി സെന്റ് തോമസ് മാർത്തോമ യുവജന സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ലെൻ ഡെവോഷനിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴവുകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. നമ്മുടെ ജീവിതം പരിശോധിച്ച് പാപങ്ങളിൽ നിന്ന് മാറി ദൈവത്തോട് അടുക്കുന്ന സമയമാണ് നോമ്പ്. ഈ സമയം നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, നമ്മുടെ ഹൃദയം ദൈവത്തോട് അടുത്തിട്ടുണ്ടോ എന്ന്. നോമ്പ് എന്ന് പറയുന്നത് ഉപവാസത്തിന്റെ കാലമല്ല, മാറ്റത്തിന്റെ കാലമാണ്. നമ്മുടെ പ്രവർത്തികളെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ വാക്കുകളെ, നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കേണ്ട സമയം. ഈ നോമ്പ് കാലത്ത് നമ്മുടെ ഹൃദയത്തിന്റെ വിദ്വേഷം മാറ്റി ക്ഷമയുടെ പാത പിന്തുടരാം. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വേദനിപ്പിച്ച ഒരുപാട് നിമിഷങ്ങൾ ഉണ്ടായിരിക്കാം. ആ നിമിഷങ്ങൾ നമുക്ക് മറക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ പാഴായി പോകും. നമ്മുടെ ഒരു നിമിഷത്തെ കോപം കൊണ്ട് എന്തെല്ലാം ബന്ധങ്ങളാണ് ഇല്ലാതാകുന്നത്. വിവാഹമോചനം ഉണ്ടാകുന്നു, മാതാപിതാക്കളും മക്കൾക്കുമിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, സാമൂഹിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, സഹോദരങ്ങൾക്കിടയിലെ ബന്ധങ്ങൾ ഇല്ലാതാകുന്നു. ഇതിലെല്ലാം നമ്മളും ഒരു പങ്കുകാരാണ്. അതിന് കാരണം നമ്മുടെ ക്ഷമയില്ലായ്മ കൊണ്ടാണ്. നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു കഥയാണ് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പരാമർശിക്കുന്ന മുടിയനായ പുത്രന്റെ കഥ. ഒരു അപ്പന് 2 മക്കളുണ്ടായിരുന്നു. അതിലെ ഇളയ മകൻ ഒരു ദിവസം അപ്പനോട് പറയുകയാണ്, അപ്പ, എനിക്ക് അർഹതപ്പെട്ട സ്വത്തുവകകൾ എനിക്ക് വേണമെന്ന്. ആ അപ്പൻ മകന്റെ ആവശ്യപ്രകാരം ആ സ്വത്തുവകകൾ എല്ലാം ആ മകന് കൊടുക്കുകയാണ്. ഇളയ മകൻ തനിക്ക് കിട്ടിയ സ്വത്തുവകകളുമായി ദൂരദേശത്തേക്ക് യാത്രയായി. അവിടെ തനിക്ക് കിട്ടിയ സ്വത്തുവകകളെല്ലാം ദൂർത്തടിച്ചും ആഡംബര ജീവിതം നയിച്ചും അതെല്ലാം നഷ്ടപ്പെടുത്തുകയാണ് ഉണ്ടായത്. പെട്ടെന്ന് ആ ദേശത്ത് ഒരു ദാരിദ്ര്യമുണ്ടായപ്പോൾ ഈ മകൻ ഒരു പന്നികളെ മേയ്ക്കുന്ന ജോലി സ്ഥലത്ത് ജോലിക്ക് നിൽക്കുകയായി ഉണ്ടായത്. അവിടെ അവന് പന്നികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം അവന് ഭക്ഷണമായി കഴിക്കേണ്ടി വന്നു. അപ്പോൾ അവൻ തന്റെ തെറ്റുകൾ ഓർക്കുകയുണ്ടായി. എന്റെ അപ്പന്റെ വീട്ടിൽ എന്റെ ദാസന്മാർക്ക് ഇതിലും നല്ല ജീവിതവും ഭക്ഷണവുമാണല്ലോ, എനിക്ക് അത് കിട്ടാതെ പോയല്ലോ. അവന്റെ തെറ്റുകൾ മനസ്സിലാക്കി അവൻ അവന്റെ പിതാവിന്റെ അടുത്തേക്ക് പോവുകയാണ്. അവിടെ അവൻ ആ പിതാവിന്റെ അടുത്ത് ചെന്ന് പിതാവിനോട് പറഞ്ഞത്, അപ്പ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. നിന്റെ മകൻ എന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല. ആ മകനെ ആ അപ്പൻ ദൂരത്തു നിന്ന് കണ്ടാറെ ആ മകനെ ശാസിക്കുകയല്ല ചെയ്തത്, മറിച്ച് ആ മകനെ ചേർത്ത് പിടിക്കുകയാണ് ഉണ്ടായിരുന്നത്. ദാസന്മാരോട് ആ അപ്പൻ പറഞ്ഞത്, എന്റെ മകൻ മരിച്ചു പോയിരുന്നു, ഇപ്പോൾ ജീവിച്ചു വന്നിരിക്കുന്നു. കാണാതെ പോയി, എനിക്ക് കണ്ടുകിട്ടിയിരിക്കുന്നു. ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, ക്ഷമ എന്ന് പറയുന്നത് ദുർബലതയല്ല, സ്നേഹത്തിന്റെ രൂപമാണ്. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പുകാലത്ത് നമുക്കൊരു തീരുമാനമെടുക്കാം. ക്ഷമിക്കുവാനും സഹിക്കുവാനും എന്നെ പ്രാപ്തമാക്കണമേ. ക്ഷമിക്കുവാനുള്ള വലിയ മനസ്സിന്റെ ഉടമയാക്കി തീർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.